നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് UK മലയാളികളും കേരള രാഷ്ട്രീയവും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് 35 വർഷമാകുന്നു. നാട്ടിലെ ഓരോ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആ ആവേശത്തോടെ വന്നവരാണ് പുതുതായിട്ട് ഈ ഇരിക്കുന്നവരെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ആദ്യം വന്നപ്പോൾ 4-5 വർഷം ഒക്കെ നമ്മുടെ മനസ്സിലും ആ ചിന്താഗതി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്നവരാ. ആദ്യം നമ്മൾ ഈ രാജ്യത്ത് ഒന്ന് പെർമനന്റായിട്ട് സെറ്റിലാകാനുള്ള ശ്രമമാണ് നോക്കേണ്ടത്. നാട്ടിലെ രാഷ്ട്രീയം നമ്മുടെ ഉള്ളിൽ നിന്നൊന്നുമുണ്ട്. പിന്നെ രണ്ടാമത് ഇവർ പറഞ്ഞവർ ഇവരുടെ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ സെറ്റിലാവണം. അതിനുള്ള വഴികൾ നമ്മൾ ആദ്യം നോക്കുക. ഇവിടെ ഇപ്പോൾ 3-4 വർഷമായി OICC എന്നൊരു സംഘടന ഇവിടെ ഫോം ചെയ്തു. ഞാനതിൻ്റെ ആദ്യത്തെ ഇതിന് തുടക്കമിട്ട ഒരാളുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് കഴിയുന്ന മലയാളികൾക്ക് നാട്ടിൽ നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റു മലയാളികൾക്കും ആവശ്യമായ അത്യന്താപേക്ഷ, എസ്പെഷ്യലി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇവിടുത്തെ ബ്രിട്ടീഷ് എംബസിയിൽ ചെന്നാൽ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് നേരിടാൻ വേണ്ടിയും പുതുതായിട്ട് വരുന്ന മലയാളി കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു അത്യാഹിതമോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിനുവേണ്ടി നിലകൊള്ളണം. ഒപ്പം ഒരു ചാരിറ്റബിൾ സേവനം, ഒരു കക്ഷി രാഷ്ട്രീയമായാലും അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് പറഞ്ഞതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരുന്നു. അവിടെ ഞാൻ കൊണ്ടുവരുന്നത് അത് ആദ്യം ഒരു ഇത് വന്നപ്പോ പിന്നെ അത് പല ഗ്രൂപ്പിന്റെ ചിന്താഗതിയായി. അല്ലാതെ അത് നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ ആവേശം ഇവിടെ കൂടുമ്പോഴാണ് ഈ ചിന്താഗതി വരുന്നത്. അതില് ഒരു വിഭാഗം ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, മറ്റുള്ളവരത് മനസ്സിലാക്കുന്നില്ല. ഒരു വിഭാഗം ഇതിൽ ഇവിടെ വന്നിട്ടുള്ളതും ഞാനത് പോയിന്റ് ഒരു പെർസെന്റേജ് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ നാട്ടില് ഒരു MLA MP മന്ത്രിയുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് നാട്ടിൽ ചെന്നുള്ള ഇൻഫ്ലുവൻസ് നേടാൻ വേണ്ടി അവർ ഈ രാഷ്ട്രീയത്തിലെ മറ്റുള്ളവരെ സ്വാധീനിച്ച് വഴിതെറ്റിക്കുക. നമുക്കിവിടെ ആവശ്യം. അപ്പൊ താങ്കൾ തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഞാനിപ്പോ അതിനോട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കാര്യം ഒരു രാഷ്ട്രീയം ഇന്ന് നാട്ടിലെ രാഷ്ട്രീയം ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും അവര് കറപ്ഷനിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മുടെ കർഷകരുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പാർട്ടി രൂപം കൊണ്ടു. അത് ഞങ്ങളെ യശശരീരരായ പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ ഇവിടെയുള്ള കൃഷി ചെയ്യുന്നവർക്ക് അവാർഡുകൾ ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പഠിത്തത്തിൽ മികവുള്ള വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകുകയും ഉൾപ്പെടെയുള്ള കാര്യമായി സാധുജന സഹായ പദ്ധതി ഞങ്ങളുടെ കഴിഞ്ഞ വാർഷികത്തിലെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയുള്ള ഒരു സാധു കുടുംബത്തിലെ തളർന്നു കിടക്കുന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾ സഹായം നൽകുകയുണ്ട്. രാഷ്ട്രീയ പാർട്ടിയേക്കാളുപരി ഒരു സാമൂഹിക പാർട്ടി സംഘടന എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അഴിമതി മാണി സാർ ഉൾപ്പെടെയുള്ളവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കേരള കോൺഗ്രസ് ഒരിക്കലും പറയില്ലല്ലോ. പറയത്തില്ല. പിന്നെ അത് മറ്റുള്ളവരെ പറയുന്നത്. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. ഇന്ത്യൻ എംബസിയിലെ വളരെയേറെ വിഷയങ്ങളുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ ഈ പരിപാടി കാണുന്ന മന്ത്രിമാരായാലും പ്രതിപക്ഷമായാലും നീ ഇറങ്ങിയിട്ട് വേണം എനിക്ക് 2 എണ്ണം അവിടുന്ന് മോട്ടിക്കാനെന്നുള്ള രീതിയിലാണ് നാട്ടിലുള്ള രാഷ്ട്രീയം. അല്ലാതെ നാടിന്റെ വികസനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉൾപ്പെടെ പണ്ട് കമ്പ്യൂട്ടർ നാട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സമരം ചെയ്തു വരും ഉള്ളവർ ഇന്ന് ഫേസ്ബുക്ക് പോലെയുള്ള ഇതില് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കമ്പ്യൂട്ടർ വന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഫേസ്ബുക്കിലെ ഈ സഖാക്കളും പങ്കുചേരുന്നത്. അതുപോലെ തന്നെ MK മുനീർ മന്ത്രിയായിരുന്നപ്പോൾ 4 വരി പാത കൊണ്ടുവരാൻ അതിനെതിരെ തടസ്സം നിന്നവരും പണ്ട് സ്വാശ്രയ കോളേജിനെതിരെ കേരളത്തിൽ സമരം ചെയ്തവരുണ്ട്. അന്ന് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ കേരളത്തിൽ ആ സ്വാശ്രയ കോളേജ് കൊണ്ടുവന്നപ്പോൾ സമരം കേരളത്തിലുള്ള ഒരു വികസനം കൊണ്ടുവന്നാല് അതിന് തടസ്സം നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനങ്ങളാണ് നാട്ടിൽ ഇപ്പോൾ കാണുന്നത്. ഞാനൊരു പാർട്ടിയെ കുറ്റം പറയില്ല. ആരായാലും നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സേഫ് ആണെങ്കിൽ നമ്മൾ പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ സെറ്റിൽ ആകാനും ഹാപ്പിയായിട്ട് ജീവിക്കാനും പേരൻസിനോടൊപ്പം സഹോദരനോടൊപ്പം. അവസ്ഥ ഇപ്പൊ ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നാണ് ജോലി ചെയ്യുന്നത് അവിടെ. ആണോ? കേരളത്തിൽ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നാട്ടിലുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മളൊരു വഴി ചോദിച്ചു
ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹിന്ദിയിൽ ചോദിച്ചെങ്കിലേ അവർക്ക് അറിയത്തുള്ളൂ. ഒന്നുകിൽ ബംഗാളി ആയിരിക്കും, അല്ലെ ഒറീസക്കാരനായിരിക്കും അവിടെ നിൽക്കുന്നത്. അവന് നമ്മൾ മലയാളത്തിൽ ചോദിച്ചാൽ അവനൊന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ടണൽ വെട്ടാനും മറ്റ് കാര്യങ്ങൾക്കുമാണ് കറുത്ത വർഗ്ഗക്കാർ ഇവിടെ കൊണ്ടുവന്നത്, അല്ലേ? അന്ന് ജോലിക്ക് വന്നവരായിട്ട് അന്ന് കണ്ടിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. കാലങ്ങൾ ഫിഫ്റ്റീസിലെ ടെക്സ്റ്റൈൽ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ ഒക്കെ ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. ഇതുപോലൊരു അവസ്ഥ കേരളത്തിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഉണ്ടാവത്തില്ലേ? മലയാളികളെ സംബന്ധിച്ച് 10-20 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ നോക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഭൂരിപക്ഷം മലയാളികളല്ലാതായി തീരും. മലയാളികളെ സംബന്ധിച്ച് മലയാളിക്ക് കേരളത്തിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അവർക്ക് നിവൃത്തിയോട്ടെ അവർ ജോലി ചെയ്യത്തില്ല. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നെങ്കിൽ അത് കേരളം വിട്ടുകഴിഞ്ഞാൽ അവർ എന്ത് ജോലിയും ചെയ്യും. വളരെ ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ജോലി ചെയ്യാൻ. അവരുടെ കഴിവ് തെളിയിക്കുന്ന, എവിടെ ചെന്നാലും ഗൾഫ് രാജ്യങ്ങളിലാണേലും ഇവിടെ ആണേലും അവരവരുടെ കഴിവ് തെളിയിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് മലയാളി എന്ന് പറയുന്നത്. അത് മാറിയിട്ട് നമ്മുടെ മെന്റാലിറ്റി മാറണം. കേരളത്തിൽ ചെന്നിട്ട് വഴി ചോദിക്കുന്ന ഹിന്ദിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട് നമുക്ക്. അത് എനിക്ക് കഴിഞ്ഞ മാസം അനുഭവപ്പെട്ടതാണ്. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്റെ സുഹൃത്താണ് ജോജി. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയാണ്, ഒരുപാട് പേർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്റ്റുഡന്റ് ആയി വർക്ക് പെർമിറ്റ് ചെയ്തു. എന്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് എവിടെയൊക്കെ ആർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാമോ അത് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. എന്റെ ജനറേഷൻ, എന്റെ ഏജിൽപ്പെട്ട എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ തോന്നല്. പക്ഷെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ളവര് അവരവരുടെ ഫാമിലി ഒരു സാമൂഹിക പ്രതിബദ്ധത കുറഞ്ഞു എന്ന് എന്റെ ഒരു നിരീക്ഷണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? കുറച്ചും കൂടി ജനകീയമാക്കണമെന്നാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പം ഒരു മലയാളി അസോസിയേഷൻ ഒരു പ്രോഗ്രാം വിളിച്ചാൽ നമ്മൾ അവിടെ വരുന്നു, നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു സെന്ററിനെ കുറിച്ച് അറിയുന്നത്. ഈ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, നേരത്തെ ചെയ്ത സ്ഥാപനങ്ങളിൽ മലയാളികൾക്ക് ജോലി വാങ്ങിച്ച എനിക്ക് പാര വെപ്പിച്ചു. അവിടെ ഞാൻ മാറി മറ്റൊരു സ്ഥലത്താണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഒരനുഭവത്തിൽ. രണ്ടാമത്തെ, ഈ നമ്മളെ ആദ്യമായി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വിഷയത്തില് നമുക്ക് പ്രവാസികൾക്ക് നേരിടുന്ന വിവിധ വിഷയങ്ങളുണ്ട്. യാത്രാ ക്ലേശം, നേരിട്ടൊരു വിമാന സർവീസ് നമുക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് ഓൺലൈൻ സംവിധാനം നമുക്കില്ല. നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് തന്നെ നമ്മുടെ തൊഴില് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിചാരത്തിന്റെ ഇതിലാണ്. നമുക്ക് ഈ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ ഇതെടുക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം അതിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മൾ ഇരട്ട പൗരാവകാശമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്വത്ത് സംരക്ഷിക്കുവാനുള്ള നിയമങ്ങളും അല്ലെ വോട്ടവകാശം സംരക്ഷണം, നമുക്ക് വോട്ടിംഗ് രീതിയിൽ നമുക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് എല്ലാ പ്രവാസികൾക്കും വോട്ട് ചെയ്യുവാനുള്ള നിയമം വന്നെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഓൺലൈൻ വോട്ടിംഗ് ആയാലും ഇന്ത്യ ഗവൺമെന്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അതിന് ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത നല്ലൊരു കാര്യമാണ് ഈ OCI PIO എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ സിറ്റിസൺഷിപ്പ് എടുത്താൽ ഞാൻ 3-4 കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. 3-4 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാം നാട്ടിൽ പ്രോപ്പർട്ടി ഉള്ളവരാ. നമ്മളിവിടെ സിറ്റിസൺഷിപ്പ് എടുത്താൽ നമ്മുടെ പ്രോപ്പർട്ടിയെ പറ്റി എന്താകും? നമുക്ക് ഒരു ആശങ്കയാണ്. നമ്മുടെ നാട്ടിൽ പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ കല്യാണം കഴിച്ച് UK പലരും വന്നിട്ടുണ്ട്. ആരും ചിന്തിക്കാത്ത വിഷയങ്ങളാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ സപ്പോസ് അവർ രണ്ടായിട്ട് പിരിഞ്ഞാല് നാട്ടിലുള്ള ഭർത്താവിന്റെ ഭാര്യയുടെ പ്രോപ്പർട്ടിക്ക് എന്താകും? നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇതൊന്നും രാഷ്ട്രീയമല്ല. ഇതൊന്നും രാഷ്ട്രീയത്തെ പറ്റിയല്ല ചിന്തിക്കുന്നത്. പ്രവാസി കേരള കോൺഗ്രസ് UK എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല. നമ്മൾ ഏത് ഗവൺമെന്റ്, ഇപ്പൊ ഞാൻ KM മാണി സാറിന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഫൈനാൻസ് മിനിസ്റ്ററാണ്. നമുക്കാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് മാണി സാറ് ചിന്താബാദ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഇടപെടണം എന്നാണ് ഈ സ്റ്റുഡൻസ് ആയിട്ട് എത്തിയിരിക്കുന്നവർ പറയുന്നത്. UK മലയാളികളുടെ നന്മയ്ക്ക് വേണ്ടി എന്തുമായി മുന്നോട്ട് വന്നാലും അതിന് ഞങ്ങളുടെ പ്രവാസി കേരള കോൺഗ്രസിന്റെ എല്ലാ സഹകരണവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇന്ത്യൻ എംബസിയിൽ ഒരു ഓൺലൈൻ സംവിധാനം ഏറ്റവും അധികം അത്യാവശ്യമാണ് നമുക്ക്. അതിന് വേണ്ടി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒന്ന് ചേർന്ന് വേണമെങ്കിൽ സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പാർട്ടി ഭേദമന്യേ ഇവിടെ എന്റെ ഒരു കണക്കൂട്ടനുസരിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് പുതുതായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നല്ല രാഷ്ട്രീയ പാരമ്പര്യവും പരിചയമുള്ള പ്രവർത്തകരും ഞാൻ ഉൾപ്പെടെയുള്ളവരോടുണ്ട്.
നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു മലയാളി കുട്ടികൾ പോലും ഇവിടെ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഒന്നാമത് എഡ്യൂക്കേഷൻ അവിടുത്തെ നല്ല എഡ്യൂക്കേഷൻ കഴിച്ചിട്ട് പിന്നെ ഒരു MBA ഇവിടെ വരും. ആ പ്രോപ്പറായിട്ടുള്ള MBA കിട്ടത്തില്ല. എല്ലാവർക്കും ഇവിടെ 10-22 വർഷം കൊണ്ട് അറിയാവുന്നവർ വെച്ച് നോക്കുമ്പോൾ 3 യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, അങ്ങനെയുള്ള പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇവിടെയൊക്കെ എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്റ്റുഡൻസിനെ ഉള്ള എന്തെങ്കിലും നല്ലൊരു ഭാവി കിട്ടുന്നത്. ബാക്കിയെല്ലാം ലേബൽ യൂണിവേഴ്സിറ്റികളാണ്. ഇത് നാട്ടിലുള്ള ഒരൊറ്റ പേരൻസിനും അറിയത്തുമില്ല. മക്കളെ പോയി പഠിച്ചിട്ട് മാത്രം വേണ്ടി ടിക്കറ്റും കൊടുത്ത് കയറ്റിങ് വിടുവാണ്. ഇപ്പൊ അത്തരത്തിലുള്ള ഒരു തള്ളിക്കയറ്റം തീർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിപക്ഷം കുട്ടികളും ചതിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 8, 10, 15 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട് നാട്ടിലുണ്ട്. ഇപ്പോഴിവിടെ അതുപോലെ തന്നെ ഈ പഠിക്കാൻ വന്ന കുട്ടികളിൽ തന്നെ പല ഏജന്റുമാരുമായിട്ട് വർക്ക് ചെയ്ത് കുട്ടികളെ 8 ലക്ഷം 10 ലക്ഷം കട്ടവരുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ രാഷ്ട്രീയ സംഘടനകളായാലും അല്ല സാമൂഹിക സംഘടനകളായാലും ഇത്തരം കാര്യങ്ങളിലും കൂടെ ഇടപെടണം. അതിന് ഇവിടെ ഇരിക്കുന്ന എന്റെ ഒരു അഭിപ്രായം, ഒരു എളിയ ഒരു അഭ്യർത്ഥന രീതി ഞാൻ പറയാണ്. ഇവിടെ ഇരിക്കുന്ന ആരായാലും അല്ലെങ്കിൽ ആരെങ്കിലും ചതിയന്മാരിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്യാനും അവർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും നിയമനടപടികൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ തന്നെ അതിന്റെ മാക്സിമം ലെവലിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും വേണം. അവരങ്ങനെ വിടാനും പാടില്ല. ഒരു കുട്ടികളെ പോലും ഇവിടെ ചതിക്കാനും പാടില്ല. ലോകത്തിലെ എവിടെയായാലും ഏത് ജോലിക്കും നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. മന്ത്രിയാവാൻ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ യാതൊരു ബേസിക് ക്വാളിഫിക്കേഷനും വേണ്ട. അത് രാജ്യം ഭരിക്കുന്ന മന്ത്രിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട എന്നുള്ളത് ഭയങ്കര അതിശയോക്തിയായി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. എന്നാലും നമ്മൾ നാട്ടില്, നമ്മൾ കേരളത്തില് അറ്റ്ലീസ്റ്റ് നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രം ഈ രാജ്യം ഭരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ അതിപ്പോ ഇവിടെ UK വന്നിട്ട് UK ഇവിടുത്തെ MPമാരെയും മിനിസ്റ്റേഴ്സിനെയും കണ്ടതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ IAS, IPS ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷനിൽ വരാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയും വേണമെന്ന് പറയുന്നില്ല. എങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, രാജ്യം ഭരിക്കുന്ന ഏറ്റവും ഒരു പ്രധാനമായ ഒരു പൊസിഷനാണ് രാജ്യം ഭരിക്കുന്ന അവരുടെ ഉത്തരവാദിത്തം. അവർക്ക് യാതൊരു ബേസിക് ക്വാളിഫിക്കേഷനും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. 10 മുതൽ 13 ലക്ഷം പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഒരാൾക്ക് MP ആവാൻ കഴിയുള്ളൂ. ഏതാണ്ട് 50,000 മുതൽ 70,000 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഒരാൾക്ക് MLA ആവാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ കേരളത്തിന്റെ ഇന്ത്യയുടെ ആവട്ടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനകത്തേക്ക് വന്നവരെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തവരും കഴിവ് കുറഞ്ഞവരുമാണെന്നുള്ള കാഴ്ചപ്പാട് അത് എങ്ങനെയോ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. രാജ്യത്തിന് ജനങ്ങള് എല്ലാവരുടെ കണ്ണിലും അവർ വലിയൊരു നല്ലൊരു ആളായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ഒപ്പിട്ട് കൊടുത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റൂ. അപ്പൊ അത് അവന് ചുറ്റും അല്ല അങ്ങനെ ഉള്ളവരും ഉണ്ടാവും. പക്ഷെ അതിന് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥന്മാർ അവരെ മുതലെടുക്കും. അവിടെ കുട്ടി അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ലതല്ലേ? എനിക്കൊരു കാര്യം പറയാം. ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞോളൂ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഏതൊരുത്തിനും വാക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ അവൻ എത്ര വോട്ട് വേണമെങ്കിലും പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അവന് എഡ്യൂക്കേഷൻ വേണമെന്നൊന്നുമില്ല. അത് തന്നെ മെയിൻ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയം. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞു. അന്നേരം ഒരു സുഹൃത്ത് ഇവിടെ നിന്ന് ചോദിക്കുന്ന കേട്ടു, UK MPമാരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണോ? ഇന്ന് നമുക്കെല്ലാം മലയാളികൾക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്നത് ഗ്രാമർ സ്കൂൾ. എല്ലാ പേരൻസും ഗ്രാമർ സ്കൂളിന്റെ പുറകെയാണ് അല്ലേ? കുട്ടികള് ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഉടനെ ഗ്രാമർ സ്കൂളിലോട്ട് വിടാനുള്ള ഒരു വെമ്പലിലാണ് ഇന്ന് ഓടുന്നത്. ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. നമ്മുടെ മലയാളികൾ ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു നോക്കി. അപ്പം ഇവിടെയുള്ള ഒരു UK ഇവിടുത്തെ ഒരു സിറ്റിസൺ പറഞ്ഞത്, ഇവിടുത്തെ പാർലമെന്റിൽ ഇരിക്കുന്ന MPമാരിൽ 98% ആൾക്കാരും ഇവിടുത്തെ ഗ്രാമർ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ മുഴുവൻ അതെ. ഒരു ഗ്രാമർ സ്കൂളിൽ ഇവിടെ പഠിക്കണമെങ്കിൽ മെറിറ്റ് ആയാലും എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടത്തെ ഒരു ഗ്രാമർ സ്കൂളും പ്രൈവറ്റ് സ്കൂളും രണ്ടാണ്. ഇപ്പൊ ഗ്രാമർ സ്കൂളില് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ന ക്വാളിഫിക്കേഷനോ ഇന്ന എഡ്യൂക്കേഷനോ ആളുകൾ മാത്രമേ ഇലക്ഷൻ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ UK ആയാലും ഇന്ത്യ ആയാലും പോളിസി മേക്കേഴ്സും
അവരെ ഡിപ്പെൻഡ് ചെയ്യുക ലൈക്ക് ദ ഹോൾ ലൈക്ക് മിനിസ്ട്രി റൺ ചെയ്യുന്നത് IAS ഓഫീസേഴ്സും എഡ്യൂക്കേറ്റഡ് ആളുകൾ. ഇവരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഏത് മിനിസ്ട്രി നോക്കിയാലും, ഇപ്പൊ കേരളത്തിലെ മിനിസ്ട്രി നോക്കിയാലും കേന്ദ്ര മിനിസ്ട്രി നോക്കിയാൽ UK ആയാലും, അവർക്കൊരു പോളിസി സ്ട്രീമായിട്ട് അവർക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അവരായത് റൺ ചെയ്യുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ സ്പോക്സ് പേഴ്സൺ. ഇവരുടെ ഐഡിയാസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതും പറയാൻ പറ്റത്തില്ല, എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് തലമണ്ട ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആണ് ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, അവരോട് വിളിച്ചു ചോദിക്കും. അവർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അല്ലായിരിക്കും അവരോട് ചോദിക്കുന്നത്. പക്ഷെ അവരുടെ അനുഭവമുണ്ട്. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ നമ്മളോട് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. മുമ്പ് ഉണ്ടായിരുന്ന തലമുറ എന്തുകൊണ്ട് അവർ എഡ്യൂക്കേറ്റഡ് അല്ലാതായി എന്നുള്ളതാണ്. കാരണം നമുക്ക് മുമ്പ് നമുക്ക് വേണ്ടിയാണ് അവര് എഡ്യൂക്കേറ്റഡ് അല്ലാതായത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടും അവർക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ EMS അല്ലെങ്കിൽ കരുണാകരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി അവരുടെ വിദ്യാഭ്യാസം പോലും കണക്കിലെടുക്കാതെ നമുക്ക് വേണ്ടി അവര് രാഷ്ട്രീയത്തിൽ എടുത്തു ചാടി. അങ്ങനെയാണ് അവര് രാഷ്ട്രീയ നേതാക്കളായതും രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് വരുന്നതും ഭരണം കിട്ടുന്നതൊക്കെ. അവരുടെ യാതനകളെ അംഗീകരിക്കണമെന്നാണ്. ആ യാതനകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോയതും അവരുടെ ബുദ്ധിയിൽ നിന്നാണ് കേരളം നല്ല ഡെവലപ്പ് ആയതും ഇപ്പൊ ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള രാജ്യമായി മാറിയതൊക്കെ. ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇന്ത്യൻ എംബസിയുടെ കാര്യങ്ങൾ. നമ്മളെപ്പോഴും ഇന്ത്യൻ എംബസിയെ കുറ്റം പറയും ഇല്ലേ? ഞാൻ ഇന്ത്യൻ എംബസി പല ആവശ്യങ്ങൾക്ക് പല ടൈമിൽ പോയിട്ടുണ്ട്. അവർ പറയുന്ന ക്രൈറ്റീരിയയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് പോയാലേ നമുക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകാറില്ല. ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എന്റെ കൂടെ ലൈനിൽ നിൽക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും അത് ശരിയാണോ? അവരോട് ചോദിക്കുമ്പോൾ പറയും, അത് ഞാൻ കൊണ്ടുവന്നില്ല, ഇത് കൊണ്ടുവന്നില്ല, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. അതാണ് കാര്യം. എല്ലാ മലയാളികളും എംബസി പോയിട്ട് യാതന അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ലോബി അവിടെ ഇരിക്കുന്നത്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ത്രൂ നോർത്ത് ഇന്ത്യൻസ് പോലും അവിടെ നടക്കും. അതായത് നമ്മുടെ ഒരു മലയാളീസിന് അവിടെ ഒരു പ്രാതിനിധ്യമില്ല. വെബ്സൈറ്റ് ശരിക്കും വായിച്ചു നോക്കിയിട്ട് അവർ പറയുന്ന പേപ്പേഴ്സ് ഒക്കെ മര്യാദക്ക് കൊണ്ടുപോയാൽ ഈസിയായ കാര്യങ്ങൾ നടന്നിട്ട് വരും. ഞാൻ എത്രയോ പ്രാവശ്യം ഇന്ത്യൻ എംബസിയിൽ പോയിട്ടുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം പോലും ബുദ്ധിമുട്ട് വന്നില്ല. സ്മിത പറയുന്ന പോലെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാം പെർഫെക്റ്റ് ആയി ഒരിക്കലും അത്ര സ്ഥലം ചെല്ലാൻ കഴിയില്ല. ഒരു വെബ്സൈറ്റിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ പരിധിയുണ്ട്. ഒരുപക്ഷെ ഒരു ഫോട്ടോ കുറവായിരിക്കും. അവിടെയൊക്കെ പെരുമാറ്റം, ഒരു ഫോട്ടോ കുറവാണ് എന്നുള്ളത് എന്നോട് മാന്യമായി പെരുമാറണം. എന്നോട് വളരെ മാന്യമായി പറഞ്ഞാൽ ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. ഫോട്ടോ എടുക്കാതെ വന്ന ഒരു മഹാ അപരാധമായി പോയി എന്നുള്ള പോലെ പെരുമാറുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന രീതിയിൽ കുറച്ച് എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ മുമ്പോട്ട് വന്നിട്ടില്ല? ഒരു പക്ഷേ സ്വയം വിമർശനാത്മകമായി പറയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന് റിസൾട്ട് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി വരും കാലങ്ങളിൽ ഒക്കെ വേറിട്ട രീതിയിലാണെങ്കിലും ഒരുമിച്ചാണെങ്കിൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യും. അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ കാര്യം പറഞ്ഞത് തികച്ചും അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ എനിക്ക് വളരെ മോശമായ പെരുമാറ്റമാണ് അവിടെ ലഭിച്ചിരുന്നത്. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ചെന്നിട്ടും വളരെ മോശമായ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി പറയുന്നത് ഫോട്ടോ കോപ്പി എടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ പേപ്പർ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. ആ ഒരു രൂപത്തിലേക്ക് വരെ അവരുടെ ഒരു നാട്ടിലെ ആ ഒരു കൾച്ചറാന്ന് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ ഈ പ്രവാസി സംഘടനകൾക്ക്, രാഷ്ട്രീയ സംഘടനകൾക്ക് ഇടപെടാൻ പറ്റും. അങ്ങനെ വന്നപ്പം ഞങ്ങള് സഖാവ് MA ബേബി ഇവിടെ വന്നപ്പം ഇതിനെതിരായിട്ടൊരു കൊടുത്തിരുന്നു, ഒരു അപേക്ഷ കൊടുത്തിരുന്നു ഹൈക്കമ്മീഷന്. പക്ഷെ അതിന്റെ റിസൾട്ട് ഒന്നും നിർഭാഗ്യവശാലും വന്നിട്ടില്ല. അതുപോലെ തന്നെ പല നേതാക്കന്മാരും ഇവിടെ വരുമ്പോഴും അതൊക്കെ കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് പത്രമുഖേന. ഇപ്പം പല രാഷ്ട്രീയ കക്ഷികളുടെയും പേര് ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഇവരുടെ ഒക്കെ തന്നെ നേതാക്കന്മാർ വരുമ്പോൾ അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു വാല്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിനും കൂടി കൂട്ടായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോവുക, അതാണ് പ്രവാസികളായിട്ട്. മലയാളി ഇന്ത്യൻ എംബസിയുടെ വിഷയം പറഞ്ഞാല് കേരള കോൺഗ്രസ് പാർട്ടി എന്നത് ഭരണമുന്നണിയിലുള്ള ഒരു പാർട്ടിയാണ്. പ്രവാസികാര്യ മന്ത്രി എന്ന് പറഞ്ഞാൽ വയലാർ രവി സാറാണ്. ഒരു ഭരണമുന്നണിയിലുള്ള ഒരു പാർട്ടി ഭരണമുന്നണിയിലുള്ള ഒരു മന്ത്രിക്കെതിരെ സമരം നടത്തുന്നത് ഒട്ടും ശരിയല്ല. എങ്കിൽ പോലും ഇവിടെയുള്ള നമ്മുടെ എംബസിയിൽ വിഷയങ്ങളുണ്ട്. നമ്മൾ പേപ്പറുകൾ ശരിയാക്കി ചെന്നാൽ പോലും നമ്മളെ തിരുവനന്തപുരം സൂവിന്റെ മുമ്പിൽ സിംഹത്തിന്റെയും കടുവായുടെയും കൂട്ടിന് മുമ്പിലോട്ട് ചെല്ലുന്ന പോലെ അവിടുത്തെ ഗർജനം, അത്ര പെരുമാറ്റമാണ് മലയാളി. ഞാൻ ഒരാവശ്യത്തിന് ചെന്നപ്പം
ഞാൻ ആദ്യം ഓർത്തു ഇതൊരു ശ്രീലങ്കൻ യുവാവാണെന്ന്. അല്ല, പിന്നെ മലയാളിയായിരുന്നു. മലയാളിയോടായി കാണിക്കുന്നത്. നമുക്ക് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് പ്രവാസികൾ അനുഭവപ്പെടുന്ന യാതനയ്ക്കെതിരെ ഞങ്ങൾ വാ മൂടി കെട്ടിക്കൊണ്ട്, ഞങ്ങളെ കറുത്ത തുണി കൊണ്ട് വാ മൂടി കെട്ടിക്കൊണ്ട് മന്ത്രിക്കെതിരെ തന്നെ ഞങ്ങൾ സമരം ചെയ്യുകയുണ്ടായി, നിവേദനം നൽകുകയുണ്ടായി. ഇതുകൊണ്ടൊന്നും ഫലങ്ങൾ അധികം വന്നു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും കേരള കോൺഗ്രസ് പാർട്ടി, പ്രവാസി കേരള കോൺഗ്രസ് ഇതിനെ സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും സമരപരിപാടികൾ നിങ്ങളോടൊപ്പം നിന്ന് സംഘടിപ്പിക്കും. ഏവരോടും ഒപ്പം തന്നെ ഈ വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു MP ഇവിടെ വന്ന്, MA ബേബി വന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ആൾക്കാരോട്ട് സംസാരിച്ച് അതിൽ ഏകദേശം 80% കാര്യങ്ങൾ ഇന്ത്യ ഹൈക്കമ്മീഷൻ വഴിയായാലും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ വഴിയായാലും നമ്മളെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. പലത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലത് തന്നെ, നല്ല കാര്യങ്ങൾ പലരും ചെയ്യട്ടെ. ഞാൻ ഇന്ത്യൻ എംബസിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ എല്ലാവരും എതിർക്കുന്നുണ്ട്, പലരും എതിർക്കുന്നു, പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഇന്ത്യക്കാർ ആരും എയർ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാറില്ലേ? നമ്മുടെയൊക്കെ ധാരണ, നമ്മൾ UK വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളിവിടെ മറ്റുള്ള എല്ലാ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ട് നമ്മൾ എയർ ഇന്ത്യയിലോട്ട് കയറുമ്പോൾ നമ്മൾ എയർ ഇന്ത്യയുമായിട്ട് എന്തുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ എംബസി ചെല്ലുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവിടെ ക്യൂ നിൽക്കാൻ പറഞ്ഞാൽ ആൾക്കാർ ക്യൂ നിൽക്കില്ല? അവിടെ കോപ്പി കൊണ്ട് പല കോപ്പികളുണ്ട്, അതെല്ലാം കോപ്പി കൊണ്ട് എടുത്തുകൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ മുമ്പിൽ ചെല്ലുന്ന ആൾ പറയും ഞാൻ ആ കോപ്പി കൊണ്ടാൻ മറന്നുപോയി, സാറേ എന്തെങ്കിലും ചെയ്യും, അത് ചെയ്യത് പുറകെ ക്യൂ നിൽക്കുക ആൾക്കാര്. അപ്പൊ ഈ പ്രശ്നങ്ങളാണ് അവിടെ. അപ്പൊ ആ ശരിയായിട്ടുള്ള ആ ഒരു ഇതിൽ ചെയ്യുന്നില്ലെന്നുള്ള ഞാൻ കണ്ട കാര്യങ്ങളാണിത്. അതുപോലെ എയർ ഇന്ത്യ യാത്ര ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരും പറയും എയർ ഇന്ത്യ മോശമാണ് പറയുന്നത്. ഞാൻ എയർ ഇന്ത്യയില് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇന്നേ വരെ ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ ധാരണ മാറ്റാത്തടത്തോളം കാലം നമുക്ക് മറ്റൊന്നുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. ആസ് ഫാർ ആസ് ഇന്ത്യൻ എംബസി ഈസ് കൺസേൺ, നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ആറ്റിറ്റ്യൂഡാ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിന്റെ എവിടെയെങ്കിലും ഒരു ഇവിടുത്തെ കൗൺസിലിൽ ചെന്നിട്ട് നമ്മുടെ ഒരു ഡോക്യുമെന്റ് ഇല്ലേ, വെരി പ്യാർസ്, ഞാൻ പറയുന്നത് സ്നേഹത്തോട് പറയും, കെൻ യു ഗോ ആൻഡ് പ്ലീസ് ഗെറ്റ് എ ഫോട്ടോകോപ്പി. ഇവിടെ പറയുന്ന ജസ്റ്റ് എടുത്തെറിഞ്ഞിട്ട് പോവാ. ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ. അതർവൈസ് they will be doing a wonderful job. രണ്ടാമതെന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ സമ്മപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ UK താമസിക്കുന്നവരെ പ്രവാസി എന്ന് വിളിക്കുന്ന കാര്യം നിർത്തണോ എന്നാ ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അവർ പ്രവാസിയാ, അവരെപ്പോഴും തിരിച്ചു പോകും. UK വരുന്നവർ ഒരിക്കലും പ്രവാസിയല്ല, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം നമ്മൾ അതാ നമ്മുടെ ഇത് വേണ്ട. നമ്മളെ തന്നെ പ്രവാസി എന്ന് പറയുന്നത് ഇവിടെയല്ല അവിടെയുമല്ല. നമ്മൾ ഈ രാജ്യത്ത് വന്ന് ശ്രീകുമാരൻ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ പൊളിറ്റിക്സിൽ കയറുകയും ഈ രാജ്യത്തെ കൗൺസിൽ എന്നുവെച്ചാൽ ഇവിടുത്തെ MPമാരോട് സംസാരിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ലോക്കൽ കൗൺസിലിനോട് ചെന്ന് പറഞ്ഞു, അല്ല നാട്ടിൽ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറയുന്നതിന് തുല്യമാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ അതിന് പകരം ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവർ ഇവിടുത്തെ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ വന്നാൽ മലയാളികൾക്ക് എന്തുമാത്രം ഉപയോഗപ്പെടും? ആ ഒരു ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ഇവിടെ ഞാൻ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു 4 വർഷമായിട്ടുള്ളൂ ഇവിടെ UK താമസിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ എനിക്കറിയുന്ന, ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഹോട്ടലിലാണ്, ഇപ്പൊ ഞാൻ IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി. അതിന് വരുന്ന കുറെ റിക്രൂട്ട്മെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളെ മലയാളി ഫ്രണ്ട്സുമാരെ അല്ലെ സ്റ്റുഡൻസുമാരെ അവരെ അങ്ങോട്ട് വിടും. അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. എന്നെക്കാട്ടും കൂടുതൽ സീനിയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ, സീനിയേഴ്സ് ആണ്, ഒരു 20-30 വർഷമുള്ള. എന്നെക്കാട്ടും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിന് വേണ്ടി ജോലി കണ്ടെത്താൻ സഹായിക്കാനും ഇതിനൊക്കെ വേണ്ടി ഇവർക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ അവർ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രവാസി രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് നാളുകൾ കുറച്ചേ ഉള്ളായിട്ടുള്ളൂ. ഏകദേശം പ്രവാസി കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടിട്ട് 3 വർഷം ആയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഞാൻ പല രാഷ്ട്രീയ പാർട്ടികളുടെയും, ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഞങ്ങൾ ഇന്നും UK-യിലായാലും ഞങ്ങൾ ഇന്ന് ഒരു കുടക്കീഴിൽ തന്നെയാണ്. പക്ഷേ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും 1ഉം 2ഉമായിട്ട് ഒരേ പാർട്ടി തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. അത് ഒന്ന്. ഇനി മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് നമുക്കറിയാം പല അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുൻകാലങ്ങളിൽ മലയാളികൾ എല്ലാവരും തന്നെ
ആ സ്ഥലങ്ങളിലെ അതാത് ഓരോ അസോസിയേഷനുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് മലയാളികൾ ഇവിടെ കൂടിയോ അവർ 2-3 അസോസിയേഷനുകൾ രൂപീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിഹ്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുമയില്ലായ്മയാണ് പ്രശ്നം. കാരണം നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ കക്ഷി രാഷ്ട്രീയം മാറ്റി നിർത്തി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. മലയാളിക്ക് ഈ മെയിൻ സ്ട്രീമിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും. നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും. പല രീതിയിൽ ഇപ്പൊ ഈസ്റ്റാമിൽ തന്നെ എടുത്തു നോക്കുക, എത്ര മലയാളികളാണ് വോട്ടുള്ള മലയാളികൾ. നമുക്ക് ഒന്നിച്ചു നിന്നാൽ സംഘടന കക്ഷി രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് ഇവിടുത്തെ മെയിൻ സ്ട്രീം രാഷ്ട്രീയം വരുമ്പോ അപ്പോഴെങ്കിലും മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പരിവർത്തനം വരുത്താൻ കഴിയും. പരിവർത്തനത്തിന് തയ്യാറാവാത്തടത്തോളം കാലം അത് മാറില്ല. നമ്മളാണ് മാറ്റേണ്ടത്. ഇപ്പൊ നമ്മൾ ഒഴിഞ്ഞു നിന്നിട്ട് പറയാം എന്താണ് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ. ഇപ്പൊ ഇയാളും ഞാനും എല്ലാം മനുഷ്യരല്ലേ. അപ്പൊ നിങ്ങൾ ഒഴിഞ്ഞു നിന്നിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളും മാറ്റം വരുത്താൻ നിങ്ങൾ ബാഗുട്ടി പറഞ്ഞ പോലെ ഒന്നിനും ഇടപെടാതെ നിന്നിട്ട് കാര്യമില്ല. ഇടപെട്ടിട്ടേ മാറ്റം വരുത്താൻ പറ്റില്ല. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ യൂറോപ്പ് മലയാളി ജേർണലിൽ ശ്രീകുമാർ നടത്തി നോക്കി ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ കൗൺസിലർമാർ കാണും. തീർച്ചയായിട്ടും. വെരി ഗുഡ്. അത് തന്നെയാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ തുടക്കമായിട്ടേ ഉള്ളൂ. ഒരു 10 വർഷം കൂടെ കഴിയട്ടെ, ഇതിൽ ആരെങ്കിലും ഒക്കെ കാണും. അപ്പം നമുക്ക് അന്ന് ഈ യൂറോപ്പ് മലയാളി ജേർണലിനകത്ത് കൗൺസിലർമാരായിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയം ഒരു കലയാണ്. അതിന് പ്രത്യേകം കഴിവുള്ളവർക്ക് മാത്രമേ ഈ മേഖലയിൽ തിളങ്ങാൻ കഴിയൂ. അതുകൊണ്ട് നാം പൗരത്വം സ്വീകരിച്ച് കഴിയുന്ന രാജ്യത്തെ രാഷ്ട്രീയ അവസരങ്ങൾ കൂടി വിനിയോജിക്കണം എന്നാണ് ഈ ചർച്ചയിലൂടെ എനിക്ക് ഇതിൽ പറയാനുള്ളത്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.